ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. അതാണ് ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജാവാ സ്ക്രിപ്റ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ HTML കുറിച്ച് പഠിച്ചു അല്ലേ? അതുപോലെ CSS കുറിച്ച് പഠിച്ചു. നമ്മൾ ഈ ഈ ഒരു HTML യൂസ് ചെയ്യുന്നത് എന്തിനാണ്? അത് നമുക്ക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTML യൂസ് ചെയ്യുന്നത്. HTML ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതുപോലെ CSS എന്തിനാണ് യൂസ് ചെയ്യുന്നത് പഠിച്ചു. എന്തിനായിരുന്നു? CSSന്റെ സഹായത്തോടെയാണ് നമ്മൾ അട്രാക്റ്റീവ് ആക്കുന്നത്. നമ്മുടെ ഈ ഒരു വെബ് പേജസ് ഒക്കെ അട്രാക്റ്റീവ് ആക്കുന്നതൊക്കെ CSSന്റെ ഹെൽപ്പോട് കൂടിയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ. എന്നാൽ ഒരു ഇന്ററാക്റ്റീവ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വെബ് പേജുമായിട്ടുള്ള യൂസർ ഇന്ററാക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജാവാ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വെബ് ഡെവലപ്പർ ആവാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് HTML, ഒന്ന് CSS, ഒന്ന് ജാവാ സ്ക്രിപ്റ്റ്. അതിൽ HTML എന്ന് പറയുന്നത് വെബ് പേജസിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. CSS എന്തിനാണ്? ആ വെബ് പേജസ് ഒന്നുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. അതേപോലെ മൂന്നാമത്തതാണ് ജാവാ സ്ക്രിപ്റ്റ്. ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണത്. മാത്രമല്ല അതൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടിയാണ്. അത് ആ വെബ് പേജസിന്റെ ബിഹേവിയർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ജാവാ സ്ക്രിപ്റ്റിന്റെ യൂസ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം HTML വെച്ചിട്ട് കുറച്ച് ഫോംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു ഫോംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ചെയ്യുമ്പോൾ ഇപ്പം നമ്മളിപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കും നെയിം എന്താണ്. നെയിം നെയിം ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും, നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതുപോലെ മൊബൈൽ നമ്പർ ചോദിക്കുന്ന സമയത്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കും, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, അങ്ങനെ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരും. ആ ഒരു ചില കേസിൽ നമ്മൾ എന്താക്കും, ചില ഫീൽഡുകൾ ഫില്ല് ചെയ്യാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ അത് മനഃപൂർവ്വം ഒഴിവാക്കുകയോ ചെയ്യും. അന്നേരം അത് സബ്മിറ്റ് അടിക്കുന്ന സമയത്ത് അവിടെ എന്ത് കാണിക്കും? ഈ ഒരു ഫീൽഡ് റിക്വയർഡ് ആണ്, നിർബന്ധമായിട്ടും ഫില്ല് ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു എറർ മെസ്സേജ് അവിടെ കാണിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഇന്ററാക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യേണ്ട ഒരു സിമ്പൽ ഉണ്ട്. അപ്പൊ ലൈക്ക് അടിക്കുന്ന സമയത്ത് അതിന്റെ കളർ എന്തായിട്ട് മാറുന്നുണ്ട്? ബ്ലൂ കളർ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ലൈവ് ആയിട്ട് ഇന്ററാക്ഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസർ ഒരു വെബ് പേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ലൈവായിട്ട് ഇന്ററാക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് ജാവാ സ്ക്രിപ്റ്റ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത് ബ്രണ്ടൻ ഈച്ച് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. 1995 ഇത് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫസ്റ്റ് നെയിം, അതായത് ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പേരിന്റെ മുന്നേ ഉള്ള പേരാണ് മോഷ എന്ന് പറയുന്നത്. ഈ മോഷ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഫസ്റ്റ് നെയിം. ഓക്കെ. ഇതിൽ നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നുള്ളൂ. ലൈറ്റ് വെയിറ്റ് ആണ്, ഇന്റർപ്രറ്റഡ് ആണ്, ആൻഡ് ഡൈനാമിക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ഈസി ആണിത്. പിന്നെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഇത് ഓർത്ത് വെക്കാം. ഇതൊരു എക്സാമ്പിൾ ആണ്. അതിന് മുന്നേ നമുക്ക് സിന്റാക്സ് ഒക്കെ ഒന്ന് പറയാം. ജസ്റ്റ് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കേസ് സെൻസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ജാവാ സ്ക്രിപ്റ്റ് എന്താണ്? കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ്. അപ്പൊ എന്താണ് ഈ ഒരു കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് HTML ഒരു കേസ് സെൻസിറ്റീവ് അല്ല എന്നുള്ളത്, അല്ലെ? അപ്പൊ കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു വേരിയബിളിന്റെ നെയിം, എന്താണ് വേരിയബിൾ എന്നൊക്കെ പഠിക്കൂട്ടോ. ഒരു വേരിയബിളിന്റെ നെയിം പ്ലേ എന്നാണ്, അടുത്തൊരു വേരിയബിളിന്റെ നെയിം പ്ലേ എന്നാണെങ്കിൽ ഇത് രണ്ടും വായിക്കുന്നത് ഒന്നാണ് അല്ലേ? പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ്. ഇതിൽ ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആണ്, പക്ഷെ ഇതിൽ സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ ഇത് രണ്ടിനെയും HTML ഒന്നായിട്ടാണ് റീഡ് ചെയ്യുക. അതുകൊണ്ടാണ് അത് കേസ് സെൻസിറ്റീവ് അല്ല എന്ന് പറയുന്നത്. പക്ഷേ ജാവാ സ്ക്രിപ്റ്റിൽ ഇത് രണ്ടും രണ്ടായിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ കുറച്ച് അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജാവാ സ്ക്രിപ്റ്റിന്റെ അപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്ലയന്റ് സൈഡ് വാലിഡേഷൻ, ഡൈനാമിക് ഡ്രോപ്പ് ഡൗൺ മെനു, അങ്ങനെ കുറെ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് ജാവാ സ്ക്രിപ്റ്റിൽ. അടുത്തത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് എങ്ങനെയാണ് ഒരു ജാവാ സ്ക്രിപ്റ്റ് കോഡ് നമ്മൾ HTML കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം നമ്മൾ CSSന്റെ കാര്യത്തിൽ CSS പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇന്റേണൽ ആയിട്ട് നമുക്ക് 3 ടൈപ്പിൽ CSS കൊടുക്കാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും HTML കോഡിലോട്ട്. ഏതൊക്കെ ടൈപ്പിലാണ്? ഇൻലൈൻ CSS, ഇന്റേണൽ CSS ആൻഡ് എക്സ്റ്റേണൽ CSS. അതിൽ ഇന്റേണൽ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? CSS കോഡ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ സ്റ്റൈലിലൂടെ ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് കോഡ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട്
ടാഗാണ് സ്ക്രിപ്റ്റിംഗ് ടാഗ്. അതായത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ഉള്ളിലാണ് ജാവാസ്ക്രിപ്റ്റ് കോഡ് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് എക്സ്റ്റേണൽ ആയിട്ടും കൊടുക്കാൻ പറ്റും. ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ CSS പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ HTML കോഡ് ഒരു ഡോക്യുമെന്റിൽ, CSSന്റെ കോഡ് വേറെ ഡോക്യുമെന്റിൽ, എന്നിട്ട് അത് തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താണ്, ലിങ്ക് SRC ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു CSSന്റെ പേര് എന്താണ്, പേര് .css എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് കോഡ് കൊടുക്കാൻ പറ്റും. അതായത് HTML കോഡ് മാത്രം ഒരു പേജിലും ജാവാസ്ക്രിപ്റ്റിന്റെ പേജ് കോഡ് മാത്രം മറ്റൊരു പേജിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കോഡ്, അതായത് HTMLനെയും ജാവാസ്ക്രിപ്റ്റിനെയും ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോഡാണ് എന്ത്, സ്ക്രിപ്റ്റ്, അതിൻ്റെ ഉള്ളിൽ SRC ഈക്വൽ ടു ഡബിൾ കോട്ടിനുള്ളിൽ ആ ജാവാസ്ക്രിപ്റ്റ് പേജിന്റെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ HTML സേവ് ചെയ്യുന്ന സമയത്ത് .html എന്ന് പറയുന്ന എക്സ്റ്റൻഷനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ CSS യൂസ് ചെയ്യുമ്പോൾ .css എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്യണം. അതുപോലെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ .js എന്ന് പറയുന്ന എക്സ്റ്റൻഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് SRC ഈക്വൽ ടു മൈ സ്ക്രിപ്റ്റ്. ഇതാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഡോക്യുമെന്റിന്റെ നെയിം. അപ്പോൾ ഇത് HTML കോർഡിനേറ്റ് ലിങ്ക് ചെയ്യിക്കാനാണ് ഇത് കൊടുക്കുന്നത്. ഇത് HTML ആണ് നമ്മൾ ഇത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ ജാവാ സ്ക്രിപ്റ്റ്. നമുക്ക് സ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ ഇപ്പോൾ ജാവാ സ്ക്രിപ്റ്റ് കോഡ് എഴുതുമ്പോൾ സ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്ക്രിപ്റ്റ് ടാഗ് സ്പെസിഫൈസ് ദാറ്റ് വി ആർ യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റ് ടാഗ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാവും, കാരണം ജാവാസ്ക്രിപ്റ്റ് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ ജാവാസ്ക്രിപ്റ്റ് ഇസ് എ കണ്ടന്റ് ടൈപ്പ് ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ദ ബ്രൗസർ അബൌട്ട് ദ ഡാറ്റ. ആ ഡാറ്റയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ബ്രൗസറിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഇവിടെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്ത് വരണം, അതായത് ജാവാസ്ക്രിപ്റ്റിൽ കോഡ് ചെയ്തിട്ട് അത് നമ്മുടെ ഔട്ട്പുട്ടിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ പ്രിന്റ് ചെയ്ത് വരണം, ബ്രൗസറിൽ പ്രിന്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ്, ടു പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ടു ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊടുത്ത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഡബിൾ കോഡ്സ് ഇട്ട് എന്ത് എഴുതിയാലും അത് നമുക്ക് വിസിബിൾ ആവും, നമ്മുടെ ഔട്ട്പുട്ടിൽ വിസിബിൾ ആവും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ആണ്, നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. താങ്ക് യു.